തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് എത്തുന്നത് ബ്ലൂ ഹൗസ് ആണ്. ബ്ലൂ ഹൗസിലെ പ്രോഗ്രാം ആരംഭിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിലേക്ക് കടന്നു വരും. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന് മാറ്റ് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയ യാചിച്ചു വാങ്ങിയ സഹനങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ ഓരോ പുഷ്പങ്ങളെ കാഴ്ചവെച്ച് 34 വർഷക്കാലം പരിധിയില്ലാത്ത ദൈവസ്നേഹവും പരാതിയില്ലാത്ത സഹനങ്ങളും കൈമുന്നിലുള്ള വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെട്ട അൽഫോൻസാമ. ദൈവസുതന് ഇഷ്ടപ്പെട്ട ഒരു പൂങ്കാവനമായി തീരുവാൻ നിത്യവും പ്രാർത്ഥിക്കും ആവശ്യത. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ വഴി ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിച്ചു ആവശ്യത. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് അവൾ മരിച്ചത് വേദനയുടെയും ത്യാഗത്തിന്റെയും ദുരിത വഴികളാണ്. വിശ്വശില്പിയായ ദൈവം കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ഒരു ശിലയാണ് വിശുദ്ധ അൽഫോൻസാമ. ആ പുണ്യവതിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബ്ലൂ ഹൗസ് അംഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഒരു മനോഹരമായ ദൃശ്യവിരുന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
ചെറുതായിരുന്നു ആ ജീവിതം. ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാത്തിലും തീരെ ചെറിയവളായിരുന്നു മിസ്റ്റർ അൽഫോൻസ. ജീവിച്ച വർഷമല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനമെന്ന് ഭരണജ്ഞാനത്തെ ഈ പുണ്യപുഷ്പം നമ്മോട് മന്ത്രിക്കുന്നു. കുഞ്ഞു മനസ്സുകളിൽ വിതയ്ക്കുന്ന ചെറിയ വിത്തുകൾ വളർന്ന് വലിയ ഫലം ലഭിക്കുമെന്നറിയാമായിരുന്ന മിസ്റ്റർ അൽഫോൻസാമ്മ തന്റെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളുടെ മനസ്സിൽ അറിവിനോടൊപ്പം ആത്മീയതയുടെ വിത്തുകളും പാകി. അൽഫോൻസാമ്മ കുറച്ചു നാളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. കഥയും പാട്ടും നല്ല കാര്യങ്ങളും കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരുന്നു. അവരെ വളരെയധികം സ്നേഹിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള ഒരു അമ്മയും കൂടിയായിരുന്നു മിസ്റ്റർ അൽഫോൻസാമ്മ. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിർത്തി അസുഖം വന്ന് കിടപ്പിലായപ്പോലും അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ എപ്പോഴും അൽഫോൻസാമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു. അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് മിഠായിക്കും ചാമ്പയ്ക്കുമൊപ്പം നല്ല നല്ല കാര്യങ്ങളും കൊച്ചു കൊച്ചു സുഗന്ധജപങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കാം അൽഫോൻസാമ്മയുടെ മരണശേഷം അവരുടെ വിശുദ്ധി ലോകമെങ്ങും അറിയിക്കുവാൻ ദൈവം കുട്ടികളെ തന്നെ തെരഞ്ഞെടുത്തത്. ആധുനിക ലോകത്തെ ഈ കുട്ടികൾക്ക് അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മ നൽകുന്ന വെല്ലുവിളി ഇതാണ്. ആഹാരം, പഠനം, വസ്തുക്കൾ എന്നീ ഭൗതിക കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ ചെറുപ്പം മുതലേ പ്രാർത്ഥനയ്ക്കും നല്ല കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകി ദൈവത്തെ സ്നേഹിച്ച് നന്ദി പറഞ്ഞ് മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിച്ച് മറ്റുള്ളവരെയും കൂട്ടുകാരെയും നാം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കണം. അതിനായി അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ജയ് ക്രൈസ്റ്റ്. മുട്ടത്തുപാടം ജോസഫിന്റെയും മറിയത്തിന്റെയും 4ാമത്തെ സന്താനമായി 1910 ഓഗസ്റ്റ് 19-ാം തീയതിയാണ് അന്നക്കുട്ടി ജനിക്കുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കൈക്കുഞ്ഞിന് അവളുടെ അമ്മയെ നഷ്ടമാകും. അന്നയോട് ഏറെ വാത്സല്യവും കാരുണ്യവും തോന്നിയ മാതൃ സഹോദരിയായ കുട്ടിച്ചിയുടെ അന്നമ്മയാണ് പിന്നീട് അവളെ വളർത്തിയത്. സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരിയായിരുന്നു അന്ന. അക്കാലത്ത് മാതൃ സഹോദരിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം, അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിത്തുകൾ അവളെ പാകി. സുന്ദരിയും ഭക്തയും വിവേകമതിയുമായിരുന്നു അന്ന. എളിമെന്ന സുഹൃത്തുക്കളുടെ രാജ്ഞിയെ അവൾ കൂടപ്പിറപ്പാക്കി മാറ്റി. എളിമപ്പെടുവാനുള്ള ഓരോ അവസരവും അവൾ നന്നായി വിനിയോഗിച്ചു. അവളുടെ ഹൃദയം മുഴുവനും സ്നേഹമായിരുന്നു. സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ തന്നെ ആ ചെറുപുഷ്പത്തിന് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളുടെ ആ പൂന്തോട്ടത്തിലേക്കുള്ള യാത്ര അത്ര സുഖകരമല്ലായിരുന്നു. സുന്ദരിയെ അന്നെ ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കണമെന്നായിരുന്നു അന്നയുടെ പേരമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ മണവാളൻ മരണക്കെട്ടിലാണെന്ന് കുറിച്ച് തനിക്ക് കാത്തിരിക്കുമ്പോൾ താൻ എങ്ങനെ വിവാഹം ചെയ്ത് മറ്റൊരു കുടുംബത്തിൽ വസിക്കും എന്ന് അന്ന തിരിച്ചറിഞ്ഞു. വേദനയുടെയും സഹനത്തിന്റെയും തിരിച്ചുള്ള ഭാഗ്യ വഴിയിലേക്ക് അവൾ കാൽവെച്ചു. ഇരുകാലം പൊള്ളി അവളെ പിന്നീട് ഒരു വധുവായി സ്വീകരിക്കുവാൻ ആ കുടുംബാംഗങ്ങൾ വിസമ്മതിച്ചു. ഒടുവിൽ തന്നെ ആത്മനാഥന്റെ പക്കലെ അവൾ അഭയം പ്രാപിച്ചു. 1927 അന്ന ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയിൽ ചേർന്നു. 1930 മെയ് 19-ാം തീയതി അവൾ സമാവസനം സ്വീകരിച്ച് സിസ്റ്റർ അൽഫോൻസ എന്നറിയപ്പെട്ടു. 1932 വാഗക്കാട് സ്കൂളിൽ അധ്യാപികയെ അവൾ ജോലി നോക്കി. കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായി അവരുടെ ഇടയിൽ അവരെ പോലെ അൽഫോൻസ ജീവിച്ചു. ആ അമ്മയുടെ സ്നേഹം നിറഞ്ഞ തിരുത്തലുകളെയും ശാസനകളെയും കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് കുട്ടികളെ നേർവഴിയിൽ നടത്തി.
സ്നേഹം നിറഞ്ഞ തിരുത്തലുകളും ശാസനകളും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. എന്നാൽ പതിയെ പതിയെ അൽഫോൻസയുടെ ജീവിതത്തിന്റെ ഗതി മാറാൻ തുടങ്ങി. കടവ രോഗങ്ങളാലും മാനസിക വേദനയാലും അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. എങ്കിലും അവൾ തളർന്നില്ല. തന്റെ മണവാളനോട് അവൾ കൂടുതൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി. വേദനകളും സഹനങ്ങളും മൂലം ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക സുഖത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി. ഒരു നാൾ വേദനയുടെയും ത്യാഗങ്ങളുടെയും ഉൾപ്പറപ്പിൽ നിന്ന് ഈശോനാഥൻ അവൾക്ക് മോക്ഷം നൽകി. ഒരു ജന്മം മുഴുവൻ അവൾ യേശുവിനെ മാറ്റിവെച്ചു. അതിന്റെ ഫലമായി സഹനത്തിന്റെ മഹത്വ കിരീടം പ്രാപിക്കാനായി മാലാഖമാരുടെ നാട്ടിലേക്ക് അവൾ ഇഹലോക ജീവിതം പിടിഞ്ഞ് പറന്നുയർന്നു. വർഷങ്ങൾക്ക് ശേഷം 2008 ഒക്ടോബർ മാസം 12-ാം തീയതി മാർ ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അൽഫോൻസാമയുടെ ഈ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്ന് ഒന്ന് ശ്രമിക്കാം. ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് ശക്തി പകരുന്ന ആത്മീയ ഊർജ്ജ സ്രോതസ്സാണ് വിശുദ്ധ അൽഫോൻസാമ. ചുറ്റിലും ഈർപ്പരക്കുന്ന ഈ കാലത്ത് നമ്മുടെ സഭയ്ക്കും നമുക്കും ദൈവം നൽകിയിരിക്കുന്ന ഉത്തരമാണ് വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ ജീവിതമാണ് സകല പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി. ലൗകിക ആശ്വാസങ്ങൾ നമുക്ക് മധുരമായിരിക്കുന്നിടത്തോളം നമ്മുടെ ബോധത്തിന് തെളിവോ ബുദ്ധിക്ക് പ്രകാശമോ ഹൃദയത്തിന് ശുദ്ധിയോ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ ചുരുക്കിയില്ലാത്ത അൽഫോൻസാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാം. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറിക്കണമേ.